Hallelujah. Shall we clap our hands together and worship the Lord another time? കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ ചേർന്ന് നമുക്ക് ആരാധിക്കാം. Hallelujah. Hallelujah. And today the Lord has filled my heart with a very specific, very special and very powerful message. ഇന്ന് കർത്താവിന്റെ ഹൃദയത്തിൽ വളരെ സവിശേഷമായ പ്രത്യേകതയാർന്ന ഒരു സന്ദേശം നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. Are you ready for today's word? എത്ര പേർ അതിനുവേണ്ടി തയ്യാറാണ്? Today I'm going to talk about speak out your miracle. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ അത്ഭുതം സംസാരിക്കുക. Hallelujah. Hallelujah. Speak out your miracle. നിങ്ങളുടെ അത്ഭുതം പ്രസ്താവിക്കുക. Touch your neighbor and say, speak out your own miracle. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം അത്ഭുതം പ്രസ്താവിക്കുക. Hallelujah. Hallelujah. In other words, God has stuffed our mouth with miracles in the form of words. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം നമ്മളുടെ അധരത്തെ നമുക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങളാൽ നമ്മുടെ വാക്കുകളിലൂടെ നിറച്ചു വെച്ചിരിക്കുകയാണ്. Hallelujah. Hallelujah. In other words, miracle God has put in our own mouth. ദൈവിക അത്ഭുതങ്ങൾ നമ്മളുടെ സ്വന്തം അധരത്തിൽ തന്നെ കർത്താവ് സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്. Many people are seeking for miracles everywhere, but they don't know the secret that the miracle is in their own mouth. പല ആളുകളും ദൈവിക അത്ഭുതങ്ങൾക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ ഒരു രഹസ്യം അവർക്കറിയില്ല. അവരുടെ നാവിൽ തന്നെ, അധരത്തിൽ തന്നെ കർത്താവ് അത് വെച്ചിരിക്കുകയാണ്. Shout hallelujah. Hallelujah. Mark chapter 11 verse number 20 up to 24. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാമത്തെ വചനം മുതൽ 24 വരെ. We are going to read that together. In the morning, now in the morning as they passed by, they saw the fig tree dried up from the roots. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. And Peter, remembering, said to him, Rabbi, look, the fig tree which you cursed has withered away. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. So Jesus answered and said to them, have faith in God. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. For assuredly I say to you, whoever says to this mountain, be removed and be cast into the sea, and does not doubt in his heart, but believes that those things he says will be done, he will have whatever he says. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Therefore I say to you, whatever things you ask when you pray, believe that you receive them and you will have them. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Another shout of hallelujah. ഒരിക്കൽ കൂടെ hallelujah. Bigger hallelujah. വലിയ hallelujah. Now Jesus is teaching a very very powerful lesson here. ഇവിടെ വളരെ അതിശക്തമായ പാഠങ്ങളാണ് യേശു പഠിപ്പിക്കുന്നത്. For many people the secrets of the kingdom of God is hidden. നിരവധി ആളുകൾക്ക് ദൈവരാജ്യത്തിന്റെ നിഗൂഢതകൾ, രഹസ്യങ്ങൾ അവ മറഞ്ഞിരിക്കുകയാണ്. But to his children he is revealing all these secrets. എന്നാൽ തന്റെ മക്കൾക്ക് ദൈവം അതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. Hallelujah. Hallelujah. അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ തൊട്ടിട്ട് പറയാ, നീ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ, നീ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ, ഉറക്കെ പറഞ്ഞു, നീ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ, ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, ദൈവരാജ്യത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും. Say hallelujah. Hallelujah. Amen. Now Jesus is teaching lessons on prayer. യേശു കർത്താവ് പ്രാർത്ഥനയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു. How many of you want to learn to pray? എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ പഠിക്കുവാൻ ആഗ്രഹമുണ്ട്? Hallelujah. Hallelujah. You can learn higher degrees of prayer. നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഉന്നത തലങ്ങൾ പഠിക്കുവാൻ കഴിയും. Jesus is teaching lessons on faith. യേശു കർത്താവ് വിശ്വാസത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. Jesus is teaching on the power of words. വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് യേശു ഇവിടെ പഠിപ്പിക്കുന്നു. It is the nature of Jesus, because he is the best teacher or the best communicator the world has ever seen. His nature is that he will give us demonstrations and illustrations and stories and parables to make everything clear. യേശു കർത്താവ് ലോകം കണ്ടതിൽ ഏറ്റവും
ഏറ്റവും നല്ല അധ്യാപകനായതുകൊണ്ട്, ഏറ്റവും നല്ല ആശയവിനിമയം നടത്തുന്നവനായതിനാൽ ഏത് കാര്യവും പഠിപ്പിക്കുന്നതിന് മുൻപായി ഉപമകളിലൂടെ, ചിത്രീകരണങ്ങളിലൂടെ കർത്താവ് അത് വ്യക്തമാക്കുന്നു. He shared a lot of parables. നിരവധി ഉപമകൾ അവൻ പങ്കുവയ്ക്കുന്നു. We can see a huge collection of parables in the word of God. ദൈവവചനത്തിനകത്ത് നിരവധി ഉപമകളുടെ ഒരു ശേഖരം തന്നെ നമുക്ക് കാണാം. Hallelujah. ഹല്ലേലൂയ. Sister Shema is teaching you on the parables of Jesus every Thursday in the miracle service. എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്ന മിറക്കിൾ സർവീസിൽ സിസ്റ്റർ ക്ഷമ ഡാമിയൻ നിങ്ങളെ യേശുവിന്റെ ഉപമകളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. Because Jesus spoke in parables. കർത്താവ് യേശു ഉപമകളിലൂടെയാണ് സംസാരിച്ചത്. And sometimes he demonstrated something to make people understand the thing. മാത്രമല്ല ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തു കാണിച്ചു. One time Jesus took the bread and multiplied it, and as people were having it, Jesus said, I am the bread who has come from heaven. ഒരിക്കൽ കർത്താവായ യേശു അപ്പം കയ്യിലെടുത്ത് അതിനെ വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് ഭക്ഷിക്കുവാൻ കൊടുത്തു. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. Hallelujah. ഹല്ലേലൂയ. And showing the vine, Jesus said, I am the true vine. ആ മുന്തിരിവള്ളിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. Hallelujah. ഹല്ലേലൂയ. In other words, Jesus picturized everything. Jesus made everything illustrated and demonstrated. കർത്താവായ യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം താൻ ചിത്രീകരിച്ച് ആളുകൾക്ക് ഒരു ചിത്രീകരണം നൽകിക്കൊണ്ടാണ് സംസാരിച്ചത്. So that they will never forget it. കാരണം അവർ ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ. One day Jesus was passing by and he saw a fig tree without any fig on it. ഒരിക്കൽ കർത്താവായ യേശു കടന്നു പോകുമ്പോൾ ഒരു അത്തിവൃക്ഷത്തിൽ യാതൊരു ഫലവുമില്ലാതിരിക്കുന്നവൻ കണ്ടു. Jesus cursed that tree. യേശു ആ അത്തിവൃക്ഷത്തെ ശപിച്ചു. And he went his way. അവൻ തന്റെ വഴിക്ക് പോയി. The next day they were coming through the same way. പിന്നീട് പിറ്റേ ദിവസം അവർ അതേ വഴിയിലൂടെ മടങ്ങി വരികയായിരുന്നു. He said, Lord, look. That fig tree you cursed yesterday is completely withered. What happened? പത്രോസ് പറഞ്ഞു, കർത്താവേ നോക്ക്, ഇന്നലെ നീ ശപിച്ച ആ അത്തിവൃക്ഷം അത് അങ്ങനെ തന്നെ ഉണങ്ങിപ്പോയി. എന്താ സംഭവിച്ചിരിക്കുന്നത്? Then Jesus taught them a lesson based on the withering of the fig tree. കർത്താവായ യേശു ആ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവരെ ചില കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Today we are going to analyze that lesson. ആ പാഠം നമ്മൾ ഒന്ന് വിശദീകരിച്ച് പഠിക്കാൻ പോവുകയാണ്. Are you ready for that? എത്ര പേർ തയ്യാറാണ്? So write a number 1. Your words have power. എഴുതിയെടുക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. People everywhere in all blessing centers and at homes, write down in your notebook. എല്ലാ ബ്ലെസ്സിംഗ് സെന്ററിലുമുള്ളവർ, വീടുകളിൽ ഇരിക്കുന്നവർ, നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചിടുക. Your words have power. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഇനി എഴുത്തൊന്ന് നിർത്തിയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയുക, നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പഠിപ്പിക്കുക. എപ്പോഴത് പഠിപ്പിച്ചത്? അത്തി ഉണങ്ങിയത് കണ്ടപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾക്കും ഇതുപോലെ ഉണക്കാം. ഇതെൻ്റെ മാത്രം കുത്തകാവകാശമല്ല. സാധാരണ ചിലരുണ്ട്, അവർക്ക് ശല്യമായി തോന്നുന്ന, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ആരും പോയി പ്രയോഗിക്കൊന്നും വേണ്ട, അവർക്ക് ശല്യമായി തോന്നുന്ന ഒരു മരം അപ്പുറത്തെ കോമ്പൗണ്ടിൽ നിന്ന് ഇപ്പുറത്തോട്ട് വളർന്നുകൊണ്ടിരിക്കുക. പല പ്രാവശ്യം പറഞ്ഞു, സാറേ ഒന്ന് വെട്ടിക്കളഞ്ഞതാ, ചേട്ടാ അതൊന്ന് കള. പക്ഷെ ഇത് പറ്റിയില്ലെങ്കിൽ ഒരാൾ എനിക്കൊരു ഗുട്ടൻസ് പറഞ്ഞു, അതിൻ്റെ താഴെ ചെന്നിട്ടൊരു ഹോൾ ഇടുക, എന്നിട്ട് മെർക്കുറി അതിലോട്ട് കയറ്റിയാൽ അത് ഉണങ്ങിപ്പോക്കോളും. അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ കുറച്ച് ആസിഡോ വിഷമോ കൊണ്ടുപോയി ആ വേരിൻ്റെ അവിടെ ഒഴിച്ചു കൊടുത്താൽ അതങ്ങ് ഉണങ്ങിപ്പോക്കോളും. പിന്നെ വെട്ടുകയും വേണ്ട, ഒന്നും വേണ്ട, അതങ്ങ് പൊക്കോളും. യേശു കർത്താവ് അത്തിയെ ഉണക്കാൻ വേണ്ടി മെർക്കുറി ഒന്നും ഒഴിച്ചില്ല, വിഷമൊന്നും അതിൻ്റെ കടയ്ക്കൽ കൊണ്ടുപോയി ഒഴിച്ചില്ല. കർത്താവ് പറഞ്ഞു, നിന്നിൽ നിന്ന് ഇനി ആരും കഴിക്കാതെ പോട്ടെ, തീർന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളും പറഞ്ഞാൽ അത്തിയോട്, പർവ്വതങ്ങളോട്, സാഗരങ്ങളോട്, അവസ്ഥകളോട് ഒക്കെ പറഞ്ഞാൽ ഇതുപോലുള്ള റിസൾട്ട് നിങ്ങൾക്കും കാണാം, നിങ്ങൾക്ക് സാക്ഷ്യം പറയാം. അടുത്തിരിക്കുന്ന ആളോട് പറയുക, നിങ്ങൾ സാക്ഷ്യം പറയാൻ തയ്യാറാകുക.
സാക്ഷ്യം പറയാൻ തയ്യാറാവുക. അത് ഒരാളോടല്ല, കൈയെത്താവുന്നവരോടൊക്കെ തൊട്ടിട്ട് പറയുക, സാക്ഷ്യം പറയാൻ തയ്യാറാകുക. ജീവിതത്തിൽ ഒരിക്കലും ഒരു സാക്ഷ്യം പറഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷ വാർത്ത, സാക്ഷ്യങ്ങളുടെ നീണ്ട നിര നിങ്ങൾ പറയാൻ തുടങ്ങാൻ പോവുക. ഞാൻ വിശ്വാസത്തിൽ വന്ന് തുടക്കം കുറച്ചു കാലം കുറേ പേരൊക്കെ എഴുന്നിട്ട് ഭയങ്കര ഒരു ബടാ സാക്ഷ്യങ്ങളൊക്കെ പറയും. കർത്താവ്, എനിക്കൊന്നും പറയാനില്ലല്ലോ, അനുഭവങ്ങളില്ല, ഞാനൊന്നും കണ്ടിട്ടുമില്ല, ഞാനിങ്ങനെ നടക്കുക. അന്ന് ഞാൻ കർത്താവ് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, അനുഭവങ്ങളൊക്കെ പറയണം. ഇന്ന് പറഞ്ഞാലും തീരാത്ത, എഴുതിയാലും തീരാത്ത, എപ്പിസോഡുകളെടുത്ത് തീർക്കാൻ കഴിയാത്ത അത്രയും അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ കർത്താവ് എനിക്ക് തന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, അടുത്ത ആളോട് വീണ്ടും ഒന്ന് പറഞ്ഞു കൊടുത്ത് സാക്ഷ്യം പറയാൻ തയ്യാറാകുക. എന്ന് പറഞ്ഞാൽ 1000 നാവോടെ ഓടി നടന്ന് എവിടേക്ക് എത്തുമോ അവിടെയല്ല, ഏത് കൂട്ടായ്മയിൽ ചെന്നാലും, ഏത് കൂട്ടിൽ ചെന്നാലും, കാട്ടിൽ ചെന്നാലും പറയാനുള്ള സാക്ഷ്യത്തിൻ്റെ വലിയൊരു കളക്ഷൻ ദൈവം നിനക്ക് തരാൻ പോവുക. നിൻ്റെ സ്വന്തമായിട്ട്, ആരുടെയും വാടകയ്ക്കെടുത്ത് സാക്ഷ്യം പറയേണ്ട, നിൻ്റെ സ്വന്തം സാക്ഷ്യം പറയാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. അതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. 2 കൈകൾ ഉയർത്തി പറഞ്ഞ, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ലോകത്തിൻ്റെ അറ്റത്തോളം നിന്റെ സാക്ഷിയായി ഞാൻ പോകാം. Hallelujah. So number 1, your words have power. ഒന്ന്, നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. Proverbs 18 verse number 21 says, the tongue has the power of life and death, and those who love it will eat its fruit. സദൃശവാക്യങ്ങൾ 18:21, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഒന്നുകൂടി വായിച്ചേ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അവിടെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു പോലുമല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ചൂണ്ടുവിരലുള്ളവരൊക്കെ എടുക്ക്, ഉണ്ടോ? ഇങ്ങനെ എടുക്ക്, ഇവിടുന്ന് തൊട്ടെ, തൊട്, അവിടെ ഇരിക്കുന്നു. മരണവും ജീവനും എവിടെ ഇരിക്കുന്നത്? തലച്ചോറിലല്ല, കിഡ്നിയിലല്ല ഇരിക്കുന്നത്, ആമാശയത്തിലോ വയറ്റിലിരിക്കുന്നത്, വയറിലും അല്ല ഇരിക്കുന്നത്. മരണവും ജീവനും എവിടെ ഇരിക്കുന്നത്? സൂക്ഷിച്ചോളണം. വചനവും പറയുന്നത് മരണവും ജീവനും എവിടെ ഇരിക്കുന്നു? നാവിൻ്റെ അധികാരത്തിൽ. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ദ ഫ്രൂട്ട് ഓഫ് ദ ടങ്, നാവിൻ്റെ ഫലം. ഹല്ലേലൂയ. ഇതൊക്കെ കർത്താവ് അവരെ പഠിപ്പിക്കുക. മക്കളെ, നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. Your words have power. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. So be very careful. അതുകൊണ്ട് ശ്രദ്ധിക്കണം. Especially when you pray, the words that you use, they have power. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. I have seen some people, they are born again, they are saved, but when they pray, they say, Lord, I am a sinner, forgive me. ഞാൻ പല ദൈവമക്കളും രക്ഷിക്കപ്പെട്ടവരാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. കർത്താവേ, ഞാൻ പാപിയാണ്, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണേ കർത്താവേ. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും എന്ത് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. But it's a wrong prayer. അത് തെറ്റായ പ്രാർത്ഥനയാണ്. Why? Because if you are saved, you are not a sinner, you are a saint. നീ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നീ പാപിയല്ല, നീ വിശുദ്ധനാണ്. അല്ല ബ്രദറെ, വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞ ചില്ലിന്റെ കൂട്ടിൽ വെച്ചിരിക്കുന്ന സാധനമല്ലേ? എൻ്റെ കുഞ്ഞെ, ബൈബിൾ നിന്നെയാണ് വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്, നിന്നെയാണ് വിശുദ്ധ എന്ന് വിളിക്കുന്നത്. ബൈബിളിലുണ്ട്. റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതും. അപ്പോൾ എല്ലാവരുടെയും ചിന്ത എന്ന് വെച്ചാൽ റോമിലുള്ള വിശുദ്ധന്മാർക്ക് ചത്തുപോയ ആളുകൾക്ക് എഴുതും. അല്ലല്ല, റോമിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്കാണ് പൗലോസ് എഴുതിയത്. റോമിലുള്ള വിശുദ്ധന്മാർക്ക്, കൊലോസിലുള്ള വിശുദ്ധന്മാർക്ക്, കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക്, ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക്, പല സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക്, ചത്തവർക്കല്ല എഴുതിയത്, അന്ന് ജീവിച്ചിരിക്കുന്ന സഭയിലെ വിശ്വാസികള് പൗലോസ് വിളിച്ചു വിശുദ്ധന്മാർ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയരുത്. കാരണം ബൈബിൾ നിന്നെ വിളിക്കുന്നത് വിശുദ്ധനെന്നാണ്. ആ സ്റ്റേറ്റസിൽ നിന്ന് താഴെ പോകരുത്. പിന്നെ കുരുത്തക്കേട് ഉണ്ടാകുകയും ചെയ്യരുത് കയ്യിൽ. ചിലർക്ക് വിശുദ്ധ എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്രയും കുരുത്തക്കേടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസി എന്നുള്ള പേര് മാത്രം.
പണ്ട് ഞാനിവിടെ പറഞ്ഞു, നെയ്യപ്പത്തിൽ നെയ്യില്ല, പാലപ്പത്തിൽ സാധാരണ പാലും കാണില്ല. പക്ഷെ പേരെന്താ? നെയ്യപ്പം, പാലപ്പം, അങ്ങനെയൊക്കെയാ പറയുന്നത്. നെയ്യപ്പത്തിൽ നെയ്യുണ്ടോ? നോ. ഒരു തരം ഓയിലാണ് അത് പൊരിച്ചെടുക്കുന്നത്. നെയ്യൊന്നും അതിൽ ഒഴിക്കാറില്ല. പക്ഷെ നെയ്യപ്പം എന്നേ പറയുള്ളൂ. ഇതുപോലെ വിശ്വാസികൾക്ക് വിശ്വാസമില്ല, വിശുദ്ധന്മാർക്ക് വിശുദ്ധിയുമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അശുദ്ധൻ പോയി അശുദ്ധിയിൽ ജീവിക്കട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. പക്ഷെ നീതിമാനാണ് നീയെങ്കിൽ ഇനിയും നീതിയിൽ വളരണം, വിശുദ്ധിയിൽ നീ വളരണം, വിശ്വാസത്തിൽ നീ വളരണം. അടുത്ത ആളോട് വിശ്വാസിയെ നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വാസിയെ നിനക്ക് വിശ്വാസമുണ്ടോ? ഇപ്പുറത്തെ ആളോട് ചോദിക്കും, വിശ്വാസിയെ നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസിയെ നിനക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. Now look at Jesus. യേശുവിനെ നോക്കൂ. Jesus said, I am the light of the world. കർത്താവ് പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. What? എന്ത്? No light is coming. ഇവിടെ പ്രകാശമൊന്നും വരുന്നില്ലല്ലോ. നോക്കട്ടെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞിട്ട് നിന്റെ ഉടുപ്പയിലും ഷൂസിലും എങ്ങും വെളിച്ചമൊന്നും കാണുന്നില്ലല്ലോ. Is Jesus telling lies? കർത്താവ് നുണ പറയുകയാണോ? Then Jesus said, I am the true vine. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. Hey, you are not a plant, you are a man. Why are you saying I am the true vine? നിങ്ങളൊരു ചെടിയൊന്നുമല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പൊട്ടത്തരം പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന്? Then Jesus said, I am the bread of life. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എല്ലാവരും കല്ലെടുത്തു, ഇവനെ ഇപ്പൊ തന്നെ കൊല്ലണം, ഇത് ഇവനെ വെച്ചുകൊണ്ടിരിക്കണം. മനുഷ്യനാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ ബ്രെഡാണെന്ന്. പിന്നെ കർത്താവ് പറഞ്ഞു, എൻ്റെ മാംസം തിന്നാതെ എൻ്റെ രക്തം കുടിക്കാതെ ആർക്കും നിത്യജീവൻ കിട്ടില്ല, കൊന്നേക്കവനെ. ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ മനുഷ്യമാംസം തിന്നുന്നവരാണോ? അന്നുള്ള യഹൂദന്മാർ അവർ പ്രകോപിതരായി. അവസാനം നോക്കിയപ്പോൾ ആയിരക്കണക്കിന് പേർ ശിഷ്യന്മാരുണ്ടായ സ്ഥലത്ത് എല്ലാം പതുക്കെ വീട്ടിൽ പോയി. അവസാനം 12 എണ്ണങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ അവിടെ പോകാനാ, വീടും വിട്ട് എല്ലാം വിട്ട് പോയി. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നു? അവർ മാത്രം അവിടെ നിൽപ്പുണ്ട്, ബാക്കി എല്ലാവരും പോയി. കർത്താവ് പറഞ്ഞു, നിങ്ങളും പൊക്കോ. യേശു എന്താ? അപ്പോഴേക്ക് അവർ പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ കയ്യിലുണ്ട്, ഞങ്ങൾ വേറെ. അങ്ങനെ നിൽക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരൊക്കെ പിന്മാറിപ്പോയാലും കർത്താവെ, നിത്യജീവൻ്റെ മൊഴികൾ ഞങ്ങൾ കണ്ടെത്തി. അതുകൊണ്ട് നന്മ കിട്ടിയാലും നന്മ കിട്ടിയില്ലേലും, പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി വന്നാൽ ഇല്ലേലും, ഞാൻ അവസാനം വരെ കർത്താവിനോട് കൂടെ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം ഒരു ബഹളം വെച്ചാൽ മതി, ബാക്കിയുള്ളവർ സിപ്പിട്ടോ. ഹല്ലേലൂയ. Then Jesus said one day, I am the resurrection and life. ഒരിക്കൽ മറ്റൊരു ദിവസം യേശു പറഞ്ഞു, ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു. What? എന്ത് പുനരുത്ഥാനം എന്ന് പറയാൻ? നീ ചത്തിട്ട് പോലുമില്ല, പിന്നല്ലേ പുനരുത്ഥാനം എന്ന് പറയുന്നേ? What are you saying? But do you know one thing? After some time, Jesus died and he rose up from the dead and he became the resurrection and life. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ മരണപ്പെട്ടു. എന്നാൽ അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം ചെയ്ത് അവൻ യഥാർത്ഥ പുനരുത്ഥാനമായി മാറി. So Jesus said, I am the light of the world. Today he is the shining lamp of the whole world. ഈ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന്. എന്നാൽ ഇന്ന് കർത്താവ് മുഴു ലോകത്തിന് വെളിച്ചമായി നിൽക്കുകയാണ്. Hallelujah. Hallelujah. Billions and billions of people are following this Jesus. കോടിക്കണക്കിന് ആളുകൾ യേശുവിനെ അനുഗമിക്കുകയാണ്. Hallelujah. Hallelujah. So today, the one teacher or the one leader who has the largest number of followers is Jesus Christ. ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരേ ഒരു ഗുരു, ഒരേ ഒരു അധ്യാപകൻ എന്നത് യേശു കർത്താവ് മാത്രമാണ്. Hallelujah. In all generations and in all nations. എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ തലമുറകളിലും. Hallelujah. Hallelujah. So Jesus always spoke what he wanted to become. യേശു കർത്താവ് എപ്പോഴും താൻ എന്തായി തീരുവാൻ ആഗ്രഹിച്ചു അതാണ് അവൻ പ്രസ്താവിച്ചത്. Say hallelujah. Hallelujah. So never look at your surroundings and say what you see. Say what you want to see. നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കി, ചുറ്റുപാടുകൾ നോക്കി, നിങ്ങൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല പ്രസ്താവിക്കേണ്ടത്. നിങ്ങൾ എന്ത് കാണുവാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ പ്രസ്താവിക്കുക. അത് ഞാനും കൂടി പറയാം മലയാളത്തിൽ.
ഇന്ന് നിങ്ങൾ കാണുന്നതോ നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥയോ അല്ല പറയേണ്ടത്. എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് വാ കൊണ്ട് പറയണം. യേശു അതാ ചെയ്തത്. യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. ചത്തിട്ട് പോലുമില്ല, പിന്നല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. പക്ഷേ യേശു അത് പറഞ്ഞു. പിന്നീട് പറഞ്ഞ 3-ാം നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, 3-ാം നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, 3-ാം നാളിൽ മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കും. യോന ഭൂമിയുടെ ഉള്ളിൽ ഇരുന്നത് പോലെ, കടലാനയുടെ വയറ്റിലിരുന്നത് പോലെ മനുഷ്യമിത്രം 3 ദിവസം ഒരുക്കി, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതുപോലെ തന്നെ 4-ാം ദിവസമല്ല, 2-ാം ദിവസമല്ല, 3-ാം നാളിൽ യേശു ഉയർത്തെഴുന്നേറ്റു. നീ വാ കൊണ്ട് പറയുന്നത് നീ കാണും. ഹല്ലേലൂയ. ഇന്ന് കാണുന്നതല്ല വാ കൊണ്ട് പറയേണ്ടത്, നീ കാണാൻ ആഗ്രഹിക്കുന്നത് വാ കൊണ്ട് പറയണം. കുടിച്ച് 4 കാലയില് വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനെ നോക്കി, നല്ല നല്ല ഭാഷകളൊക്കെ സാധാരണ ഭാര്യമാർ സംസാരിക്കാറുണ്ട്. 4 കാലി, ഇഴജാതി, പിന്നെ കാലം മാടൻ, പിന്നെ കാലൻ, കയ്യൻ, ഇങ്ങനത്തെ പലതുമൊക്കെ അവർ പറയും. അതല്ല പറയേണ്ടത്. ദൈവദാസൻ വരുന്നുണ്ട്, ദൈവത്തിൻ്റെ അഭിഷിക്തൻ വരുന്നുണ്ട്. ഇന്ന് നീ ഇത് പറയാൻ തുടങ്ങ്. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കാണാം, ഇന്നെന്താ പുറത്തൊന്നും പോകുന്നില്ല. നോക്കിയപ്പോൾ കണ്ണടയൊക്കെ വെച്ച് ബൈബിള് വായിക്കുമോ? ഇതെന്ത് പറ്റി? നീ പറഞ്ഞ് 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 ആള് ദൈവദാസനായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം പറയുന്നു, എടി എന്നെയും കൂടി കൊണ്ടോ നിന്റെ ബ്ലെസ്സിങ് സെന്ററിലോട്ട്. ഇത്രയും നാളും ബ്ലെസ്സിങ് സെന്ററിനെ പ്രായിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഇപ്പം ഇതാ വരുന്ന കയ്യും പിടിച്ചുകൊണ്ട് ബ്ലെസ്സിങ് സെന്ററിലോട്ട്. എങ്ങനെ ഇത് സംഭവിച്ചു? നീ കാണാൻ ആഗ്രഹിക്കുന്നത് വാ കൊണ്ട് പറയണം. This is the model Jesus showed us. ഇതാണ് യേശു നമുക്ക് വേണ്ടി കാണിച്ചു തന്ന മാതൃക. Say hallelujah. Hallelujah. So when you pray, exercise the power of your words in your prayer. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളുടെ ശക്തിയെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുക. There was a man in South Africa. സൗത്ത് ആഫ്രിക്കയിൽ ഒരു ആളുണ്ടായിരുന്നു. He had a huge piece of land. തനിക്ക് ഒരു വലിയ നിലമുണ്ടായിരുന്നു. It was a field and he was cultivating, he having agricultural projects and he was having livelihood from the land and he was leading a happy life. അതൊരു വലിയ കൃഷിയിടമായിരുന്നു. താൻ അവിടെ ധാരാളം കൃഷി ചെയ്യുകയും തനിക്ക് അതിലൂടെ ഒത്തിരി വരുമാനം ഉണ്ടാകുകയും താൻ സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. But one man came to him and said, if you can get some diamonds, you'll be so rich. You can purchase the whole land, the whole city. ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചില ഡയമണ്ട്സ് കൈവശമാക്കി കഴിഞ്ഞാൽ, രത്നങ്ങൾ കൈവശമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകാം, ഈ പട്ടണം തന്നെ വാങ്ങുവാൻ കഴിയും. So he wanted to get some diamonds. അദ്ദേഹത്തിന് ചില രത്നങ്ങൾ കൈക്കലാക്കുവാൻ ആഗ്രഹിച്ചു. So that night he did not sleep. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. Soon he sold out his land. തന്റെ നിലം വിറ്റ് കളഞ്ഞു. And he amassed money and he started going in search of diamonds. താൻ തന്റെ ആ ഉള്ള പണം വെച്ച് ഡയമണ്ടുകൾ വാങ്ങുവാനായി പുറപ്പെട്ടു. And he searched all throughout Africa. ആഫ്രിക്ക മുഴുവൻ താൻ പരതി. He didn't get. കിട്ടിയില്ല. Then he came to Europe. യൂറോപ്പിൽ പോയി. He didn't get. തനിക്ക് കിട്ടിയില്ല. He searched everywhere in the world. ലോകത്തിൽ എല്ലായിടങ്ങളിലും താൻ അന്വേഷിച്ചു. And finally he lost all his money. അവസാനം തന്റെ സകല പണവും തനിക്ക് നഷ്ടമായി. His family left him, wife and children left him. തന്റെ ഭാര്യയും കുട്ടികളും തന്നെ ഇട്ടിട്ട് പോയി. He was a big brock. വലിയ തകർച്ചയിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തി. And finally in Barcelona river he jumped and committed suicide. അവസാനം ബാഴ്സലോണ നദിയിൽ അദ്ദേഹം ചാടി ആത്മഹത്യ ചെയ്തു. In between something happened. ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു. The new owner of his land, താൻ വിറ്റുകളഞ്ഞ ആ സ്ഥലത്തിന്റെ പുതിയ ഉടമസ്ഥൻ, his children were playing in the creek, in the water, ആ വെള്ളത്തിൽ in their land. അവരുടെ ഇടത്തിൽ തന്നെ പുരയിടത്തിൽ തന്നെയുള്ള വെള്ളത്തിന്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. They saw some precious stones, I mean strange stones, special stones. വിചിത്രമായ കല്ലുകൾ ആ കുഞ്ഞുങ്ങൾ കണ്ടെത്തി. Somebody identified it as diamonds. ചില ആളുകൾ അത് കണ്ടെത്തി ഇത് വളരെ വിലയുള്ള രത്നങ്ങളാണ്. Later they collected buckets and buckets full of diamonds from that property. ആ പുരയിടത്തിൽ നിന്നും ബക്കറ്റ് കണക്കിന് വിലയേറിയ രത്നക്കല്ലുകളാണ് അവർ കണ്ടെടുത്തത്. Within weeks this owner became a multi-millionaire.
ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഏറ്റവും വലിയ ഒരു കോടീശ്വരനായി ഈ പുതിയ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ മാറി. Remember the farmer, he went in search of diamonds all over the world and he did not get. ഓർക്കുക, പഴയ കൃഷിക്കാരൻ ഈ രത്നക്കല്ലുകൾക്ക് വേണ്ടി ലോകമെമ്പാട് സഞ്ചരിച്ചു, പക്ഷേ കിട്ടിയില്ല. But the diamonds were hidden in his own land. തന്റെ സ്വന്തം കൃഷിയിടത്തിൽ തന്നെ ആ രത്നക്കല്ലുകൾ കിടക്കുന്നുണ്ടായിരുന്നു. Jesus is saying the same thing today. ഇത് യേശു കർത്താവ് ഇത് തന്നെയാണെന്ന് പറയുന്നത്. Your miracle is not hidden anywhere in the world. Your miracle is hidden in your mouth. നിങ്ങളുടെ അത്ഭുതം ലോകത്തിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ല, ആ അത്ഭുതം നിങ്ങളുടെ അധരത്തിൽ തന്നെയുണ്ട്. അടുത്ത ആളെ പിടിച്ച് കുലുക്കിയിട്ട് പറ, അത്ഭുതം ഇരിക്കുന്നത് നിന്റെ വായിൽ തന്നെയാണ്. അത്ഭുതം ഇരിക്കുന്നത് നിന്റെ വായിൽ തന്നെയാണ്. അടുത്തിരിക്കുന്ന ആളെ കുലുക്കിയിട്ട് പറയാൻ, ഇങ്ങനെ ആട്ടിയിട്ട് പറ, ആട്ടുകല്ല് പോലെ ആട്ടിയിട്ട് പറ, അത്ഭുതം ഇരിക്കുന്നത് നിന്റെ വായിൽ തന്നെയാണ്. അത്ഭുതം ഇരിക്കുന്നത് നിന്റെ വായിൽ തന്നെയാണ്. So God has hidden miracles in your own mouth. നിങ്ങളുടെ അധരത്തിനകത്ത്, വായ്ക്കകത്ത് തന്നെ ദൈവം ആ അത്ഭുതം മറച്ചു വെച്ചിരിക്കുകയാണ്. To demonstrate that, Jesus spoke words towards this on this fig tree and he demonstrated it. This is how you can perform miracle. ദൈവം അത് യേശു കർത്താവ് നമ്മളത് പഠിപ്പിക്കുവാനായിട്ട് അവൻ സംസാരിച്ചു. അത്തിവൃക്ഷം ഉണങ്ങി, അതിലൂടെ ഈ ഒരു കാര്യമാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. Say hallelujah. Hallelujah. So your words have power. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. Number 2, you can uproot curses from out of your life by your words. നിങ്ങളുടെ വാക്കുകളാൽ ശാപങ്ങളെ പിഴുതെറിയുവാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാവരും ചേർന്ന് വായിക്കാമോ? നിങ്ങളുടെ വാക്കുകളാൽ ശാപങ്ങളെ പിഴുതെറിയുവാൻ നിങ്ങൾക്ക് കഴിയും. ഒന്നുകൂടെ. നിങ്ങളുടെ വാക്കുകളാൽ ശാപങ്ങളെ പിഴുതെറിയുവാൻ നിങ്ങൾക്ക് കഴിയും. ജനങ്ങൾ മാത്രം ശബ്ദത്തിൽ പറയുക. 1 2 3. നിങ്ങളുടെ വാക്കുകളാൽ ശാപങ്ങളെ പിഴുതെറിയുവാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ശബ്ദത്തിൽ പറയാം. 1 2 3. നിങ്ങളുടെ വാക്കുകളാൽ ശാപങ്ങളെ പിഴുതെറിയുവാൻ നിങ്ങൾക്ക് കഴിയും. Hallelujah. So Jesus cursed the fig tree and it withered. കർത്താവ് യേശു അത്തിവൃക്ഷത്തെ ശപിച്ചു, അത് ഉണങ്ങിപ്പോയി. Actually he was cursing the curse of fruitlessness. യഥാർത്ഥത്തിൽ കർത്താവ് യേശു ശപിച്ചത് അതിന്റെ ഫലമില്ലായ്മയെയാണ്. Upon every fruitlessness there is a curse. ഫലമില്ലാത്ത എല്ലാ അവസ്ഥകളുടെ മേലും ഒരു ശാപമുണ്ട്. ഒന്നുകൂടി പറയും. ഫലമില്ലാത്ത അവസ്ഥകളുടെ മേൽ ദൈവത്തിന്റെ ശാപമുണ്ട്. കേട്ടില്ല? ഫലമില്ലാത്ത അവസ്ഥകളുടെ മേൽ ഒരു ശാപമുണ്ട്. ഒരു വിശ്വാസി ഫലം കൊടുക്കാതിരുന്നാൽ, ഫലം പുറപ്പെടുവിക്കാതിരുന്നാൽ അതിൻ്റെ മേലൊരു ശാപമുണ്ട്. കാരണം നിന്നെ തോട്ടക്കാരൻ നട്ടത് ഫലം കായ്ക്കാനാണ്. ആദ്യം ചെത്തിപിടിപ്പാക്കി നോക്കും, വെള്ളം ഒഴിച്ചു കൊടുക്കും, വളമിട്ട് കൊടുക്കും, ചെയ്യാവുന്നതെല്ലാം ചെയ്യും. 1 വർഷം കാക്കും, 2 വർഷം കാക്കും, പല വർഷം കാക്കും. പക്ഷേ എന്നിട്ടും വിശ്വാസികൾ കൃഷിക്കാരന് ഗുണകരമായത് വിളയിക്കുന്നില്ലെങ്കിൽ ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. ആരും കേട്ട ഭാവം പോലുമില്ല. ഞാൻ എന്താ പറഞ്ഞത്? നീ ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ഫലം പുറപ്പെടുവിക്കണം. പ്രാർത്ഥനയിൽ ഫലം പുറപ്പെടുവിക്കണം. മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ച് പറയണം, ആരാധിക്കണം കർത്താവിനെ, ആത്മാക്കളെ നേടണം, കർത്താവിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഫലം ഉണ്ടെങ്കിലല്ലേ ഈ തോട്ടക്കാരനൊരു അല്പം സന്തോഷം കിട്ടുകയുള്ളൂ. ഒരു ഫലമില്ലാതെ പൊണ്ണത്തടിയുമായിട്ട് വലിയ ശിഖരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക, ഒരു കായ് ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അത്തിവൃക്ഷത്തോട് പറഞ്ഞ് ഇനി ഒരിക്കലും നിന്നിലൊരു ഫലമില്ലാതെ പോട്ടെ. ബ്രോസേ പറഞ്ഞു കൊടുക്കും. ഫലം കായ്ച്ചില്ലെങ്കിൽ അതിൻ്റെ മേലൊരു ശാപമുണ്ട്. ഫലം കായ്ച്ചില്ലെങ്കിൽ അതിൻ്റെ മേൽ ഒരു ശാപമുണ്ട്. കുറച്ച് ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോ. ഫലം കായ്ച്ചില്ലെങ്കിൽ അതിൻ്റെ മേൽ ഒരു ശാപമുണ്ട്. ഫലം കായ്ച്ചില്ലെങ്കിൽ അതിൻ്റെ മേൽ ഒരു ശാപമുണ്ട്. ഫലം കായ്ച്ചില്ലെങ്കിൽ അതിൻ്റെ മേൽ ഒരു ശാപമുണ്ട്. ഫലം കായ്ച്ചില്ലെങ്കിൽ അതിൻ്റെ മേലൊരു ശാപമുണ്ട്. എല്ലാവരും കേട്ടോ? നീ കയറി പോരും മോനെ. കേട്ടു? ഫലം കായ്ക്കാനാ കർത്താവ് നിന്നെ നട്ടത്. ഇന്നൊരു തീരുമാനം എടുത്തേക്കണം. യേശു കർത്താവിന് വേണ്ടി ഞാൻ ഫലം കായ്ക്കും. നീതിയുടെ ഫലം കായ്ക്കണം, വചനത്തിൻ്റെ ഫലം കായ്ക്കണം, പ്രാർത്ഥനയുടെ ഫലം കായ്ക്കണം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഫലം കായ്ക്കണം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിപാത്രമായി നടക്കരുത്, ഫലം കായ്ക്കാത്ത വൃക്ഷമായി നടക്കരുത്. Now, the next lesson is this: you can also curse fruitfulness
fruitlessness. മറ്റൊരു പാഠമായിട്ട് നമ്മൾ പഠിക്കുന്ന ഇതാണ്, നിങ്ങൾക്ക് ഫലമില്ലായ്മയെ ശപിക്കുവാൻ കഴിയും. Yes. Everything that is negative coming into your life, you can curse and it will wither away. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഫലമില്ലാത്ത ഫലശൂന്യമായ അവസ്ഥകളെ നിങ്ങൾ നോക്കി ശപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത് പിഴുതെറിയപ്പെടും. I will tell you a real incident. യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യം നിങ്ങളോട് പറയാം. There was a very good church, very good believers. ഒരു നല്ലൊരു സഭ, വളരെ നല്ല വിശ്വാസികൾ, in a small town, ചെറിയൊരു ടൗണിൽ, and they were having great meetings and fellowships. അവിടെ വളരെ നല്ല കൂട്ടായ്മകൾ, മീറ്റിംഗുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. Very healthy church. വളരെ ആരോഗ്യകരമായ സഭ. But suddenly something happened. Next to their property, a bar was being constructed. എന്നാൽ തൊട്ട് അപ്പുറത്തുള്ള പ്രോപ്പർട്ടിയിൽ ഇതാ ഒരു പുതിയ ബാർ അവർ പണിതുയർത്തുകയാണ്. Oh, that was very painful to the believers. വിശ്വാസികൾക്ക് അത് വളരെ വേദന ഉളവാക്കി. Because church is here, very next to that there is a bar coming up. ഇതാ ഇവിടെ സഭാ കെട്ടിടം നിൽക്കുന്നു, അതിന്റെ തൊട്ട് ചേർന്ന് തന്നെ ഇതാ ഒരു ബാർ വരുന്നു. So the pastor announced we are going to have an all night prayer. പാസ്റ്റർ ഇങ്ങനെ പ്രഖ്യാപിച്ചു, നമ്മൾ ഒരു മുഴുരാത്രി പ്രാർത്ഥന നടത്താൻ പോകുന്നു. We are going to pray against the construction of this bar coming up. ഈ വരുന്ന മദ്യശാലയ്ക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. So they started praying throughout the night. അവർ ആ രാത്രിയിൽ ഉടനീളം അവർ പ്രാർത്ഥിച്ചു. So all of them together in one accord they prayed in the name of Jesus. Father, let the construction stop. No bar shall ever come up there. അവരെല്ലാവരും പ്രാർത്ഥിച്ചു, പിതാവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇവിടെ ഒരു ബാർ ഉയരരുത്, ഇതിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ നിരോധിക്കുന്നു. There's something happened the next week, the following week. അടുത്ത ആഴ്ചയിൽ ചില കാര്യങ്ങൾ നടന്നു. There was a thunderstorm, rain, and lightning came and hit the construction, that building, and it was completely burnt down. വലിയ മഴ പെയ്യുകയും കൊടുങ്കാറ്റടിക്കുകയും വലിയ ഇടിമിന്നൽ ഉണ്ടായി ആ ബിൽഡിങ്ങിന്റെ മേൽ പതിച്ച് മുഴുവൻ ബിൽഡിങ്ങും കത്തിപ്പോയി. Then the problem started. പിന്നീട് പ്രശ്നം ആരംഭിക്കുക. The owner of the bar sued the church. ഈ ബാറിന്റെ ഓണർ ഇതാ ഈ സഭയ്ക്കെതിരെ കേസ് കൊടുത്തു. Because they prayed and my bar came down. അവര് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ബാർ കത്തിപ്പോയി. So they are responsible for the collapse of my bar. എന്റെ ഈ കെട്ടിടത്തിന്റെ തകർച്ചയ്ക്ക് കാരണം സഭയാണ്. And all the believers were frightened. എല്ലാ വിശ്വാസികൾക്കും പേടിയായി. Then they hired a lawyer and they started running the case. അവര് ഒരു മറ്റൊരു വക്കീലിനെ വിളിക്കുകയും കേസ് നടത്തുകയും ചെയ്തു. And the believers argued that we are not responsible. വിശ്വാസികൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങളല്ല ഇതിന്റെ ഉത്തരവാദിത്വം. We are not responsible for the collapse of the bar. ആ ബാർ ഇടിഞ്ഞു വീണത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. The owner argued, no, their prayers are responsible for this. ഇപ്പോൾ ബാറിന്റെ ഉടമസ്ഥൻ പറയാണ്, ഇല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ബാർ കത്തിപ്പോയത്. So as the case was going like this, ഈ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ the sitting judge stood up. ആ ജഡ്ജി എഴുന്നേറ്റ് നിന്നു. And he finally said, അദ്ദേഹം അവസാനമായി പറഞ്ഞു, I don't know where this case is going. ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് I don't എനിക്കറിയില്ല. know how this is going to end. ഇതെങ്ങനെ തീരുമെന്നും എനിക്കറിയില്ല. But one thing I understand. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. The bar owner believes in prayer and the believers do not believe in prayer. ഈ ബാറിന്റെ ഉടമസ്ഥന് വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട്, എന്നാൽ പ്രാർത്ഥിച്ച വിശ്വാസികൾക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല. അയ്യോ, ഇതാ പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചു വിടും, വലിയ മഹാപ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നു. ഇനി അഥവാ സംഭവിച്ചാൽ തന്നെ അത് നടക്കേണ്ടതായിരുന്നു, അത് നടന്നു, അത്രേ ഉള്ളൂ, അത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ ഒരു കാര്യം ഓർക്കണം, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിനക്ക് വിശ്വാസം വേണം. അതൊന്നുകൂടി പറയുന്നത് നല്ലതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. ആ ബ്രദറെ പാസ്റ്റർ പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കും, അംബ്രോസ് ബ്രദർ ടൈയൊക്കെ പ്രാർത്ഥിച്ച ഉറപ്പ് കർത്താവ് കേൾക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച ഏഴയും പൊടിയും കൃമിയും കൊക്കോപ്പുഴുവുമായ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുന്ന എനിക്കൊരു വിശ്വാസവും ഇല്ല. ഹലോ, ദിസ് ഈസ് റോങ്. ഇത് തെറ്റാണ്. കർത്താവ് പറയുന്നത്, just like I curse the fig tree, you can also curse the negative things, the curses that are coming up against you. ഞാൻ അത്തിവൃക്ഷത്തെ ശപിച്ച അത് ഉണങ്ങിപ്പോയതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് എതിരെ വരുന്ന തെറ്റായ കാര്യങ്ങളെ, ദൈവികമല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് ശപിക്കുവാൻ, അതിനെ ഉണക്കിക്കളയുവാൻ കഴിയും.
നല്ല പ്രസംഗം, ഒന്നുകൂടി പറഞ്ഞു. ഞാൻ അത്തിവൃക്ഷത്തെ ശപിച്ച് അതിനെ ഉണക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് എതിരായി വരുന്ന തെറ്റായ കാര്യങ്ങളെ, ദൈവികമല്ലാത്തവയെ, ഫലമില്ലാത്തവയെ അതിനെ ശപിക്കുവാൻ, അതിനെ ഉണക്കിക്കളയുവാൻ നിങ്ങൾക്ക് കഴിയും. എടി കുഞ്ഞെ, എട കുഞ്ഞ്, നിന്റെ വീട്ടിൽ കുടുംബത്തിനെതിരെ, മക്കൾക്കെതിരെ, നിന്റെ ഭർത്താവിനെതിരെ, ഭാര്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായ ശാപമായി എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ യേശു ചെയ്തതുപോലെ നീ ഉണങ്ങിപ്പോകട്ടെ എന്ന പ്രാർത്ഥനയിൽ നീ പറഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും എന്നാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ വാക്കുകളാൽ നിനക്കെതിരെ പൊങ്ങി ഉയർന്നു വളർന്നു വരുന്ന ശാപങ്ങളെ ഉണക്കി കരിച്ച് ഭസ്മമാക്കി കളയാൻ നിന്റെ നാവിന് ശക്തിയുണ്ടെന്നാ കർത്താവ് പറയുന്നത്. എല്ലാ വിശ്വാസികളോടും കർത്താവ് പറയുന്നു, ബ്ലെസ്സിംഗ് സെന്ററിലെ ശുശ്രൂഷകരോട് കർത്താവ് പറയുന്നു, എതിരെ വരുന്ന ഫലമില്ലാത്ത അത്തിവൃക്ഷങ്ങൾ, എതിരെ വരുന്ന ചില ശാപങ്ങൾ, ഉയർന്നു വരുന്ന പ്രതികൂലങ്ങൾ ഉണക്കിക്കളയാനുള്ള ശക്തി നിന്റെ വായിൽ, നാവിൻ്റെ മേൽ വാക്കുകളായി കർത്താവ് തന്നിട്ടുണ്ട്. എഴുന്നേറ്റ് സംസാരിക്കുക, ഇപ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങുക. നിനക്കെതിരെ നിൽക്കുന്ന സകലത്തിനും എതിരെ നീ തന്നെ ഇപ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങുക. Your words of power. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. Number 3, you can speak to the mountains and cast them away. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് മലകളോട് സംസാരിച്ച് അവയെ നീക്കുവാൻ കഴിയും. എല്ലാവരും ചേർന്ന് വായിച്ചേ. നിങ്ങൾക്ക് മലകളോട് സംസാരിച്ച് അവയെ നീക്കുവാൻ കഴിയും. എല്ലാവരും. നിങ്ങൾക്ക് മലകളോട് സംസാരിച്ച് അവയെ നീക്കുവാൻ കഴിയും. അംബ്രോസ് മിണ്ടണ്ട, അവർ പറയട്ടെ. 1 2 3. നിങ്ങൾക്ക് മലകളോട് സംസാരിച്ച് അവയെ നീക്കുവാൻ കഴിയും. അടുത്ത ആളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് മലകളോട് സംസാരിച്ച് അവയെ നീക്കുവാൻ കഴിയും. സ്ക്രീനിലോട്ടൊന്ന് നോക്കിയേ, കണ്ണ് തുറന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ. പുറത്തേക്ക് ഇത് ലൈവിൽ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ക്യാമറയെങ്കിലും അങ്ങോട്ടൊന്ന് കാണിച്ച് എല്ലാവരെയും ഒന്ന് കാണിക്കണേ. ഒരു മല വേരോടെ പൊങ്ങി പോകുന്ന കണ്ടോ? ക്രെയിൻ വെച്ച് പൊക്കിയതല്ല. ഇതുപോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന സാമ്പത്തിക കടബാധ്യതയുടെ വളരുന്ന പലിശക്കടങ്ങളുടെ മലയെ നിന്റെ വായ് കൊണ്ട് പറഞ്ഞ് പറിച്ചെടുത്ത് കടലിലോട്ടെറിയാൻ നിന്റെ വായ്ക്കകത്ത് അത്ഭുതങ്ങളുടെ ശക്തി കർത്താവ് തന്നിട്ടുണ്ട്. കൈയടിച്ച് ശരിയായില്ല. നോ. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് കൈയടിക്കുക, വിശ്വസിച്ചുകൊണ്ട് കൈയടിക്കുക. Speaking to your mountain means speaking to your problems. മലകളോട് സംസാരിക്കുക എന്നതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രശ്നങ്ങളോട് സംസാരിക്കുക എന്നതാണ്. Speaking to your mountains means speaking to the barriers. മലയോട് സംസാരിക്കുക എന്നതിന്റെ അർത്ഥം നിങ്ങളുടെ തടസ്സങ്ങളെ നോക്കി സംസാരിക്കുക എന്നതാണ്. Hallelujah. Hallelujah. Many people face the mountain of loneliness. പല ആളുകളും ഏകാന്തതയുടെ മല അഭിമുഖീകരിക്കുന്നവരാണ്. You can speak to that mountain. നിങ്ങൾ അതിനോട് സംസാരിക്കാൻ കഴിയും. There are visible mountains and invisible mountains. ദൃശ്യമായ മലകളുമുണ്ട്, അദൃശ്യമായ മലകളുമുണ്ട്. Many believers they face invisible mountains. അനേക വിശ്വാസികളും അദൃശ്യമായ മലകളെ അഭിമുഖീകരിക്കുന്നവരാണ്. You can speak against the mountain of pain. വേദന എന്ന മലയോട് നിങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയും. സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഒരു ആമേനെങ്കിലും പറ. എന്റെ പ്രസംഗത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ആമേൻ. You can speak against the mountain of confusion. ആശയക്കുഴപ്പത്തിന്റെ മലയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. You can speak against the mountain of shame. ലജ്ജ എന്ന മലയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. You can speak against the mountain of doubt. സംശയം എന്ന മലയോട് നിങ്ങൾക്ക് സംസാരിക്കാം. You can speak against the mountain of misunderstandings. തെറ്റിദ്ധാരണകൾ എന്ന മലയോട് നിങ്ങൾക്ക് സംസാരിക്കാം. You can speak against the mountain of sicknesses. രോഗങ്ങൾ എന്ന മലയോട് നിങ്ങൾക്ക് സംസാരിക്കാം. You can speak against the mountain of poverty. ദാരിദ്ര്യം എന്ന മലയെ നോക്കി നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ദാരിദ്ര്യം കാരണം അവസാനം വരുമ്പോൾ സകല നാഡീ ഞരമ്പും എല്ലാം തളർന്നു പോവുക. പക്ഷെ ഇനി മുതൽ തളർന്നു പോകുന്നതിന് പകരം എഴുന്നേറ്റ് നിന്നിട്ട് വാ കൊണ്ട് പറയണം, കുറേ നാളായി ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്, ഇനി ഈ വീട്ടിൽ നിന്നെ വേണ്ട,
അതുകൊണ്ട് ഇറങ്ങാം. എൻ്റെ വീട്ടിൽ നിന്നും ദാരിദ്ര്യമേ നിനക്ക് പടിയിറങ്ങാം, കുടിയൊഴിയാം. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു വീട്ടിൽ താമസിക്കണ്ട. ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിലുണ്ടാകുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യമേ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ട്, ഇറങ്ങിക്കോ. എന്നിട്ടങ്ങ് ഗേറ്റ് അടച്ചേക്കുക വിശ്വാസത്താൽ. ഞാൻ പറയുന്നു, അദൃശ്യമായ മലകളുണ്ട്, ദൃശ്യമായ മലകളുണ്ട്. എവറസ്റ്റ് കൊടുമുടി നമുക്ക് നേരെ കാണാം, പർവ്വതങ്ങൾ പലതും കാണാം. എന്നാൽ കാണാത്ത പലതും പല വീടുകളിലും ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. ചെയ്യേണ്ടത് വീട്ടുകാരെഴുന്നേറ്റ് യേശുവിൻ്റെ നാമത്തിൽ പറയണം, മലകളെ പോകാം, പോകാം, നീങ്ങാം, വേരും പറിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു പൊക്കോ. ഈ അടുത്ത പരിസരങ്ങളിലും അയൽപക്കത്ത് പോലും നിന്നെ ഇനി കാണരുത് എന്ന് നട്ടലോടെ പല പ്രാവശ്യം പറയാൻ തുടങ്ങിയാൽ ഒരു ദിവസം നോക്കുമ്പോൾ അത് നമ്മുടെ കടമൊക്കെ മാറിയോ? ശോശാമ്മേ, ലീലാമ്മേ, മറിയാമ്മേ, എന്ത് പറ്റി? നമുക്ക് എന്തോരം കടമുണ്ട്, അതൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. അതെല്ലാം മാറും. ബാങ്ക് ബാലൻസ് വരും. മറ്റുള്ളവരെ കൂടെ സഹായിക്കാവുന്നത് പോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. പോരാ, ഒന്നുകൂടെ ശക്തിയോടെ. Number four, saying faith is bigger than praying faith. നാലാമത്തെ കാര്യം, പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തെക്കാൾ വലുതാണ് സംസാരിക്കുന്ന വിശ്വാസം. ഒന്നുകൂടെ. പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തെക്കാൾ വലുതാണ് സംസാരിക്കുന്ന വിശ്വാസം. തലേ കയറട്ടെ ഒരു പ്രാവശ്യം കൂടെ. പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തെക്കാൾ വലുതാണ് സംസാരിക്കുന്ന വിശ്വാസം. എന്താണ് ഇതിന്റെ അർത്ഥം? ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കാൻ വിശ്വാസമുണ്ട് എന്ന് വെച്ചാൽ, കർത്താവേ ഇത് നടത്തി തരണമേ, കർത്താവേ ഇത് ചെയ്തു തരണമേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവ് ചില സമയത്ത് പറയുന്നത്, നിന്റെ പ്രാർത്ഥന നിർത്തണം. എക്സഡസ് ചാപ്റ്റർ 14, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15 and 16, 15 മുതൽ 16 വരെ. In contemporary English version, it says, it reads like this: The Lord said to Moses, why do you keep calling out to me for help? നവീനമായ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, സഹായത്തിനു വേണ്ടി എന്നോട് വിളിച്ചപേക്ഷിക്കുന്നത് എന്തിന്? In other words, don't call me. എന്നെ വിളിക്കേ വേണ്ട. Don't call me for help. സഹായത്തിനു വേണ്ടി എന്നെ വിളിക്കണ്ട. In other words, stop crying. അതിന്റെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ ഇനി കരച്ചിൽ നിർത്ത്. In other words, stop praying. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രാർത്ഥന നിർത്ത്. So what is happening here? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? Around 3 million people. 30 ലക്ഷത്തോളം ആളുകൾ. Moses was there, the leader. മോശ നേതാവായുണ്ട്. They were facing the Red Sea. ഇപ്പോൾ ചെങ്കടലിന് മുൻപിൽ അവർ വന്ന് നിൽക്കുകയാണ്. On one side there were mountain ranges. ഒരു വശത്ത് പർവ്വതനിരകൾ. On the other side there were a lot of wilderness. മറ്റൊരു ഭാഗത്ത് മരുഭൂമി. In their back the Pharaoh and army was chasing them. അവരുടെ പിൻഭാഗത്ത് നിന്നും ഫറവോനും സൈന്യവും ഇവരെ കൊല്ലുവാനായി ഓടിച്ചിടുകയാണ്. All the ways were closed. എല്ലാ ദിക്കിൽ നിന്നും വഴികൾ അടഞ്ഞിരിക്കുന്നു. And they were sure that they were going to die. അവർക്ക് ഉറപ്പായി ഞങ്ങൾ മരിക്കാൻ പോകും. All of them started crying. എല്ലാവരും കരയാൻ തുടങ്ങി. 3 million people were crying to the Lord. 30 ലക്ഷം പേർ കർത്താവിനോട് കരയുകയാണ്. Then God said, stop your crying. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കരഞ്ഞത് മതി. Stop your praying. നിങ്ങളുടെ പ്രാർത്ഥന നിർത്തുക. Why do you call out to me for help? സഹായത്തിനു വേണ്ടി എന്നെ വിളിക്കുന്നത് എന്തിന്? Then God said, tell the Israelites to move forward. മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. പറഞ്ഞേ, മുൻപോട്ട് പോകുക. മുൻപോട്ട് പോവുക. ഒരു വിശ്വാസി കാളവണ്ടി പോലെയാണ്. പറഞ്ഞേ, ഒരു വിശ്വാസി കാളവണ്ടി പോലെയാണ്. ഒന്നുകൂടി പറ, ഒരു വിശ്വാസി കാളവണ്ടി പോലെയാണ്. പല ഗുണങ്ങളാണുള്ളത്. ഡീസൽ അടിക്കണ്ട, പെട്രോൾ അടിക്കണ്ട, ഇതൊന്നും വേണ്ട. പക്ഷെ ഏറ്റവും വലിയ ഗുണം പറയാം, റിവേഴ്സ് ഗിയർ ഇല്ല. വണ്ടി പുറകോട്ടെടുക്കാൻ പറ്റില്ല. പണ്ട് കൊച്ചി രാജാവ് ആദ്യത്തെ കാറുമായി വന്നപ്പോൾ കാളവണ്ടിക്കാരൻ പറഞ്ഞു, രാജാവ് വേണമെങ്കിൽ കാറ് പുറകോട്ടെടുത്തോ, ഈ കാളവണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല, ഞാൻ പുറകോട്ടെടുക്കില്ല എന്ന്. അവസാനം രാജാവ് തൻ്റെ കാറ് പുറകോട്ടെടുത്തു. ഹല്ലേലൂയ. അടുത്ത ആള് പറയാ, വിശ്വാസികൾ കാളവണ്ടി പോലെയാണ്. വിശ്വാസികൾ കാളവണ്ടി പോലെയാണ്. റിവേഴ്സ് ഗിയർ ഇല്ല. റിവേഴ്സ് ഗിയർ ഇല്ല. പുറകോട്ട് പോകാൻ പറ്റില്ല. So God said, move ahead. കർത്താവ് പറയുന്നു, നിങ്ങൾ മുന്നോട്ട് പോവുക. March ahead. മുൻപോട്ട് പോവുക. So they were saying, how can we go? There is the Red Sea. അയ്യോ, ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടലല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ പോകുവാൻ കഴിയും? Then God said, hold your walking stick over the sea. കർത്താവ് പറഞ്ഞു, നിന്റെ വടി നീ കടലിന് നേരെ നീട്ടുക. ഊന്നുവടി. ഊന്നുവടി. You stretch out your walking stick.
നിങ്ങളുടെ ഊന്നുവടി നിങ്ങൾ കടലിന് നേരെ നീട്ടുക. The water will open up and make a road where they can walk through on dry ground. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. Yes. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. Say hallelujah. ഹല്ലേലൂയ. Some of you are standing where you are thinking you cannot go forward because you see the Red Sea. നിങ്ങളിൽ പല ആളുകളും ചിന്തിക്കുന്നു നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, കാരണം എന്റെ മുൻപിൽ ചെങ്കടലാണ്. But the Lord says, കർത്താവ് പറയുന്നു, you cannot move behind നിങ്ങൾക്ക് പുറകോട്ട് പോകുവാനും കഴിയുകയില്ല. because you are a believer. നീ ഒരു വിശ്വാസിയാണ്. You have no reverse gear. നിങ്ങൾക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. You have to go നിങ്ങൾ forward. മുന്നോട്ട് പോയേ തീരൂ. Stretch out the rod of faith. വിശ്വാസം എന്ന വടി നീട്ടുക. The rest the Lord will do. ബാക്കി കാര്യം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. He will split the Red Sea. ചെങ്കടൽ അവൻ നിനക്ക് വേണ്ടി രണ്ടായി വിഭാഗിക്കും. I don't know. The Lord is speaking to some moms and dads sitting here, some parents sitting here. You see the Red Sea in front of you right now, but the Lord is going to divide the Red Sea. ഇവിടെ ഇരിക്കുന്ന ചില അപ്പന്മാരോട് അമ്മമാരോട് കർത്താവ് സംസാരിക്കുകയാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ ഇപ്പോൾ ചെങ്കടലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വാസത്തോടുകൂടി നീട്ടുക. ഇതാ കർത്താവ് അതിനെ രണ്ടായി പിളർക്കാൻ പോവുകയാണ്. Hallelujah. 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 ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മുമ്പിലുള്ള ചെങ്കടൽ നിന്റെ നേരെ മുമ്പിൽ ചൂടുള്ള ഉഷ്ണമുള്ള കിഴക്കൻ കാറ്റ് വന്ന് അടിച്ചിട്ട് വെള്ളം പുറകോട്ട് മാറുകയാണ്. നീ നിന്റെ വലതുകാല് വെച്ച് മുന്നോട്ട് നടന്ന് നീ എവിടെ എത്തണമോ അവിടെ എത്താൻ ഞാനൊരു ദൈവത്തിന്റെ ദാസൻ എന്ന പദവിയിൽ നിന്നുകൊണ്ട് പറയുന്ന വിശ്വാസിയെ, ദൈവത്തിന്റെ കുഞ്ഞ്, നിന്റെ മുമ്പിൽ നീ ഇന്ന് കാണുന്ന ചെങ്കടൽ പിളരാൻ തുടങ്ങിയിരിക്കുന്നു. കാതോർത്താൽ നിനക്ക് കേൾക്കാം ഒരു കാറ്റിന്റെ ശബ്ദം. പരിശുദ്ധാത്മാവ് അയക്കുന്ന ശക്തിയേറിയ ഉഷ്ണ കാറ്റടിച്ച് നിന്റെ മുമ്പിലുള്ള കിലോമീറ്റർ കണക്കിന് മൈൽ കണക്കിന് ആഴമുള്ള സകല ചെങ്കടലുകളും ഇന്ന് പിളരുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചെങ്കടലുകൾ പിളരട്ടെ. ഈ വലത്തെ കൈ ഉള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് നീട്ടിപ്പിടിച്ച്, പ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇങ്ങനെ ഒന്ന് പിടിച്ചോ, ഒരു വടി പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചോ. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിലുള്ള ചെങ്കടലിനോട് കൽപ്പിക്കുക, പിളർന്ന് വഴിമാറുക. ദൈവത്തിന്റെ കുഞ്ഞാ ഞാൻ, എനിക്ക് മുന്നോട്ട് പോകണം. കണ്ണടച്ച് പിടിച്ചിട്ട് മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ ഏതായാലും ഒന്ന് പിളർത്തിയേ. Come on, in the mighty name of Jesus. അത് എത്ര വലിയ ആഴമുള്ള പരപ്പുള്ള ചെങ്കടലായാലും യേശുവിന്റെ നാമത്തിൽ പിളരട്ടെ, 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 യേശുവിന്റെ നാമത്തിൽ പിളരട്ടെ. Hallelujah. ഇരിക്കുന്നതിന് മുമ്പ് 5 പേരുടെ തോളിൽ തൊട്ടിട്ട് പറ, സാക്ഷ്യം പറയാൻ റെഡിയാവും. സാക്ഷ്യം പറയാൻ റെഡിയാവുക. സാക്ഷ്യം പറയാൻ റെഡിയാവുക. റെഡിയായ ഇരുന്നോ. Hallelujah. ഹല്ലേലൂയ. Number 5, believe before you see results to your prayers. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. ഒന്നുകൂടെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുന്നതിന് മുൻപായി തന്നെ വിശ്വസിക്കുക. എല്ലാവരും ചേർന്ന് പറയാമോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുന്നതിന് മുൻപായി തന്നെ വിശ്വസിക്കുക. ജനങ്ങൾ മാത്രം പറ. 1 2 3. നിങ്ങളുടെ, ഒന്നുകൂടെ ശബ്ദത്തിൽ പറ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുന്നതിന് മുമ്പായി തന്നെ വിശ്വസിക്കുക. Mark 11:24. Therefore I say to you, whatever things you ask when you pray, believe that you receive them and he will have them. മർക്കോസ് 11:24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Our logic believes after seeing the results. സാമാന്യ ബുദ്ധി ഒരു മറുപടി കണ്ടതിന് ശേഷമാണ് വിശ്വസിക്കുന്നത്. But our faith believes before seeing the results. എന്നാൽ നമ്മളിലെ വിശ്വാസം മറുപടി കാണുന്നതിന് മുൻപേ വിശ്വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So if you're a true believer, you can start praising the Lord and thanking the Lord even before you receive
the answer to your prayers. നിങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതിന് മുൻപ് തന്നെ കർത്താവ് മറുപടി നൽകിയതിനായി വിശ്വാസത്തോടുകൂടി കർത്താവിനെ സ്തുതിക്കാൻ കഴിയും. അതിന് ചങ്കൂറ്റുള്ള ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നും വന്നിട്ടില്ല, പക്ഷെ ഇപ്പോഴേ സ്തോത്രം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴേ നന്ദി പറയുന്ന, അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ചിലപ്പോൾ അടുത്ത മാസം ആയിരിക്കാം റിസൾട്ട് വരാൻ പോകുന്നത്, പക്ഷേ ഒരു മാസം മുമ്പേ കർത്താവേ എനിക്ക് ലഭിച്ച ആ നന്മയ്ക്കായി നന്ദി എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നീ സാക്ഷ്യം പറയും. ആരെങ്കിലും ഉണ്ടോ? കൈ ഇങ്ങനെ ഒന്ന് അന്ന് പറ, നന്ദി പറ കർത്താവിനോട്. ഹല്ലേലൂയ. കുഞ്ഞിൻ്റെ വിടുതൽ, കുഞ്ഞിൻ്റെ അഡ്മിഷൻ, മോൻ്റെ ജോലി, നടക്കാൻ പോകുന്ന കല്യാണം, ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, ഹലോ 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 ഹലോ, ഇതൊക്കെ ഇപ്പോഴേ കണ്ട് സ്തോത്രം പാർസൽ കണക്കിന് സ്വർഗത്തിലോട്ട് വിട്ടുകൊടുത്തേക്കുക. അപ്പോൾ വേഗത്തിൽ മറുപടി വരും. എൻ്റെ ബ്രദറെ, ഞാൻ ഈ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്നിട്ട് ഇപ്പോൾ 8 വർഷമായി. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, 8 വർഷം സ്തോത്രം ചെയ്തോ, മുൻകൂറായിട്ട് പാഴ്സൽ കണക്കിന് നന്ദി അങ്ങോട്ട് ഏറ്റുവിട്ടേക്ക്. അപ്പോൾ ചിലപ്പോൾ 9ാം വർഷമായിരിക്കാം. പറഞ്ഞോട്ടെ, വൈകി വരുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹമായിരിക്കും. ഇത്രയും നാളത്തെ ഡെപ്പോസിറ്റിനുള്ള പലിശ, കൂട്ടുപലിശയുടെ കൂട്ടുപലിശയും സഹിതം ഒരു വലിയ അനുഗ്രഹം നിന്റെ മടിയിലോട്ട് കർത്താവ് ഇട്ടു തരും. അന്ന് നീ സാക്ഷിയല്ല, കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയായി. വിശ്വാസിയെ കർത്താവ് വിളിച്ചിരിക്കുന്നത് പൊട്ടാസ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, വലിയ ന്യൂക്ലിയർ ബോംബൊക്കെ പൊട്ടിക്കാനാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. വലിയ വിസ്ഫോടനാത്മകമായ മറുപടിയുമായി എഴുന്നേൽക്കാൻ. പൊട്ടാസ് പൊട്ടിച്ച എത്ര പേര് കേൾക്കും? അപ്പോൾ അടുത്ത വീട്ടിൽ പോലും അറിയില്ല എന്താണാവോ, എന്താ അവർ അറിഞ്ഞിട്ട് പോലും. പക്ഷെ ന്യൂക്ലിയർ ബോംബ് പൊട്ടിയാൽ മാധ്യമങ്ങളിൽ വാർത്ത വരും. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായില്ലല്ലേ? മാധ്യമങ്ങളിൽ വാർത്ത വരും. ലോകം മുഴുവൻ സ്ക്രീനിൽ നിന്റെ സാക്ഷ്യം കാണും. പൊട്ടാസ് ആണെങ്കിൽ അടുത്ത വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ അല്ലടാ, ന്യൂക്ലിയർ ബോംബും ഹൈഡ്രജൻ ബോംബും പൊട്ടിക്കാനാണ് നിന്റെ വിളി. അതുകൊണ്ടാ വൈകുന്നേ. വൈകിയതിന്റെ അർത്ഥം മറുപടി കിട്ടില്ലെന്നല്ല, വലിയ മറുപടിയാ വരുന്നതെന്ന് അതിന്റെ അർത്ഥം. നെയ്യുള്ള നെയ്യപ്പം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. Number 6, the last one, speak the word of God into the situations of life. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവവചനം സംസാരിക്കുക. പ്രാർത്ഥിക്കുന്നവർ, many people think that prayer is submitting a long list of needs before the Lord. പല ആളുകളും ചിന്തിക്കുന്നു പ്രാർത്ഥന എന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു ലിസ്റ്റ് തന്നെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതാണെന്ന്. So number 1, house. 1 വീട്. Number 2, marriage. 2 കല്യാണം. Number 3, children. 3 മക്കൾ. Number 4, dash. 4 5 6 7 8 9 60 64 73 86. So many people think that it is giving the 86 items before the Lord every morning. എല്ലാ ദിവസവും രാവിലെയും ഈ 86 കൂട്ടം കാര്യങ്ങളും കർത്താവിനെ പറഞ്ഞ് ബോധ്യമാക്കുന്നതാണ്, ലിസ്റ്റ് സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് കരുതുന്നു. Jesus is no. കർത്താവ് പറഞ്ഞു അല്ല. Of course you can ask your father. തീർച്ചയായിട്ടും നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾക്ക് സംസാരിക്കാം, ചോദിക്കാം. But that is not the only thing which is called prayer. എന്നാൽ അത് മാത്രമല്ല പ്രാർത്ഥന. Speak your word. നിങ്ങളുടെ വാക്കുകൾ സംസാരിക്കുക. Speak the word of God. ദൈവ വചനം സംസാരിക്കുക. Hallelujah. Hallelujah. If you analyze every prayer in my prayer diary, എൻ്റെ പ്രാർത്ഥന ഡയറി എന്നതിലെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ വിശദീകരിച്ച് നോക്കിയാൽ, in every sentence there is a piece or there is the whole verse. നിങ്ങൾക്ക് അതിലെ ഓരോ വാചകങ്ങളിലും ദൈവത്തിന്റെ വചനം കാണുവാൻ കഴിയും. Hallelujah. Hallelujah. And the list of references is given below. മാത്രമല്ല അതിന്റെ ഏറ്റവും താഴെ അതിന് ഉതകുന്ന വചനങ്ങളും കൊടുത്തിട്ടുണ്ട്. Every prayer is scripture woven. അതിലെ എല്ലാ പ്രാർത്ഥനകളും തിരുവെഴുത്തിനാൽ നെയ്തതാണ്. Hallelujah. Hallelujah. Door close ചെയ്തിരുന്നേ പ്ലീസ്. സൗണ്ട് പോകാതിരിക്കാനാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. പ്ലീസ് ക്ലോസ് ദി ഡോർ.
Hallelujah. Hallelujah. So always remember, our prayers should be saturated with the word of God. എപ്പോഴും ഓർക്കുക, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ ദൈവവചനത്താൽ പൂരിതമായിരിക്കണം. Say hallelujah. ഹല്ലേലൂയ. Matthew 8:17, Jesus took up our infirmities and carried our diseases. മത്തായി സുവിശേഷം 8:17 അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. That is the fact. അതൊരു യാഥാർത്ഥ്യമാണ്. But when Jesus healed the sick, Psalm 107 and verse number 20 says, സങ്കീർത്തനങ്ങൾ 107:20 നമ്മൾ വായിക്കുന്നു, He sent forth His word and healed them. അവൻ തന്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കി. പറഞ്ഞ വചനം അയച്ച് സൗഖ്യമാക്കി. ഈ വചനം അയച്ച് സൗഖ്യമാക്കി എന്ന് പറയും. ഇവിടെ നോക്കിയേ, ഒരാളെ പറഞ്ഞു വിട്ട പോലെയാ. വചനം അയച്ചു, ഇന്ന ആളെ അയച്ചു, മനസ്സിലായി, ടോമീനെ അയച്ചു എന്ന് പറയുന്നത് പോലെ വചനം അയച്ചു സൗഖ്യമാക്കി. ഒരു ഡോക്ടറെ അയക്കുന്ന പോലെ. ഹല്ലേലൂയ. ആരെ അയച്ചത്? വചനം. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചുമ്മാ കർത്താവേ തരണേ 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 തരണേ, അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ അറിയാവുന്ന പ്രസക്തമായ ആ സാഹചര്യത്തോട് ബന്ധമുള്ള ഒരു വചനം എടുത്ത് വാ കൊണ്ട് പറയണമെന്ന്. ഹലോ, അതും പ്രാർത്ഥനയുടെ ഒരു ഘടകമാണ്. എല്ലാ ദിവസവും രാവിലെ അത് വേണം ഇത് വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ആവശ്യങ്ങൾ പറഞ്ഞു, നോ പ്രോബ്ലം. പക്ഷെ കൂടെ എന്ത് പറയണം? വചനങ്ങൾ പഠിച്ച് വായി കൊണ്ട് വചനം പറയണം. അവൻ വചനം അയച്ച് സൗഖ്യമാക്കി. ഇതുപോലെ ഓരോ സാഹചര്യത്തിലേക്കും വചനങ്ങളെ അയച്ച് കാര്യം സാധിപ്പിച്ചെടുക്കണം. Say hallelujah. Hallelujah. When he cast out demons, അവൻ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ, the Bible says, Matthew 8:16, മത്തായി സുവിശേഷം 8:16, he cast out demons by his word. തന്റെ വാക്കുകളാൽ അവൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കി. When he raised the dead, മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ, John 11:43 and 44, യോഹന്നാന്റെ സുവിശേഷം 11:43-44, Jesus spoke the word and the dead man came out. കർത്താവ് സംസാരിച്ചപ്പോൾ മരിച്ചവൻ പുറത്തേക്ക് വന്നു. Say hallelujah. ഹല്ലേലൂയ. Romans chapter 4 verse number 17 says, റോമാലേഖനം 4:17 പറയുന്നു, God's word can call non-existent things into existence. ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതുപോലെ ആക്കുവാൻ, ഉള്ളതുപോലെ വിളിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. Hallelujah. ഹല്ലേലൂയ. So whatever you need, what you need is the word of God. നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. 2 Corinthians chapter 4 verse number 13 says, 2 കൊരിന്ത്യർ 4:13 പറയുന്നു, I believed, therefore I have spoken. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. Hallelujah. ഹല്ലേലൂയ. If you believe, you have to speak out. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. Suppose you are going through a great financial crisis. ചിന്തിക്കുക, നിങ്ങൾ ഒരു വലിയ സാമ്പത്തിക ക്ലേശത്തിലൂടെ കടന്നുപോകുന്നു. You can speak the word written in Philippians chapter 4 verse number 19. ഫിലിപ്പ് ലേഖനം 4:19 നിങ്ങൾക്ക് അവിടെ പ്രസ്താവിക്കാം. And my God will meet all your needs according to his glorious riches in Christ Jesus. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി നിറവേറ്റി തരും. Hallelujah. ഹല്ലേലൂയ. So pick out the relevant verses and speak it out. ഏറ്റവും പ്രസക്തമായ വചനങ്ങൾ തിരഞ്ഞെടുക്കുക, അത് പ്രസ്താവിക്കുക. Jeremiah 23 and verse number 29 says, യിരെമ്യാ പ്രവചനം 23:29 the word of God will act like a hammer. ദൈവത്തിന്റെ വചനം ഒരു ചുറ്റിക പോലെ പ്രവർത്തിക്കും. Hallelujah. ഹല്ലേലൂയ. You can use the word of God as a hammer. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം ഒരു ചുറ്റിക പോലെ ഉപയോഗിക്കാൻ കഴിയും. There is a huge problem. ഒരു വലിയ പ്രശ്നം. You can take the hammer of the word of God and you can hammer it. ഈ ദൈവത്തിന്റെ വചനമാകുന്ന ചുറ്റിക എടുത്ത് അതിനെ അടിച്ചു പൊട്ടിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. 10 പേരെ കേട്ടിട്ടുള്ളൂ ശരിക്കും പറയാം. ദൈവത്തിന്റെ വചനമാകുന്ന എത്ര പേരുടെ വീട്ടിൽ ചുറ്റിയുണ്ട്? ആരടിക്കാനാ വെച്ചേക്കുന്നത്? അത് ആ പുള്ളി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഒരെണ്ണം കൊടുക്കണം. സാധാരണ വലിയ ചുറ്റിയാണെങ്കിൽ ചില ആൾ പാറ പൊട്ടിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വെയിറ്റ് ഉള്ളതായിരിക്കും അതിൻ്റെ മെറ്റൽ പീസ്, പക്ഷേ അതിൻ്റെ പിടി വളരെ നാരോ ആയിരിക്കും. ഇങ്ങനെ പൊക്കിയിട്ട് ഒരൊറ്റ ഇടലാണ്. കറക്റ്റ് ലൈനിലൂടെ ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് പിളരും. ഇതുപോലെ വലിയൊരു കീറാമുട്ടി പ്രശ്നം മുമ്പിൽ വന്നേക്കുക. എന്താ ചെയ്യേണ്ടത്? യിരെമ്യാവിന് ദൈവം വെളിപ്പെടുത്തി, മോനെ എൻ്റെ വചനം ചുറ്റിക പോലെയാ, നീ എടുത്ത് അടിച്ചോ. എന്താ ചെയ്യേണ്ടത്? നല്ലൊരു വചനം ഇങ്ങ് ബൈബിളിൽ നിന്ന് എടുത്തിട്ട്
കൂടം കൊണ്ട് തല്ലുന്നത് പോലെ, ചുറ്റി കൊണ്ട് അടിക്കുന്നത് പോലെ ആ പ്രശ്നത്തിൻ്റെ നെറുകയിൽ, തലമണ്ടയിൽ വചനം കൊണ്ട് ശക്തമായി പ്രഹരിച്ചാൽ അത് പൊട്ടി പിളർന്ന് പൊടിഞ്ഞ് ധൂളിയായി കാറ്റെടുത്തുകൊണ്ട് പോകും. ആമേൻ. ഹല്ലേലൂയ. ഏതെങ്കിലും വിശ്വാസിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ഉള്ളിലൊരു ചങ്കൂറ്റം വരുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം കൈ ഉയർത്തി ഹല്ലേലൂയ പറയാൻ അവകാശം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Isaiah 55 verse number 10 and 11 says, യെശയ്യാപ്രവചനം 55-ാം അധ്യായം 10-11 വചനങ്ങൾ. if God sends a word, it will never come back without accomplishing its purpose. ദൈവം തന്റെ വചനം അയച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യം സാധിക്കാതെ ആ വചനം മടങ്ങി വരികയില്ല. ഉറപ്പ്. ഹല്ലേലൂയ. So if you speak out a word, നമ്മൾ ദൈവത്തിന്റെ വചനം സംസാരിച്ചാൽ it can go back to God only after accomplishing its purpose. അതിന്റെ അയച്ച കാര്യം സാധ്യമാക്കിയിട്ട് മാത്രമേ ദൈവത്തിലേക്ക് അതിന് മടങ്ങി പോകാൻ കഴിയുകയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. That means the result is guaranteed. അതിന്റെ അർത്ഥം ഇതാണ്, മറുപടി ഉറപ്പാണ്. ഒന്നുകൂടെ. അതിന്റെ അർത്ഥം ഇതാണ്, മറുപടി ഉറപ്പാണ്. റിസൾട്ട് ഉറപ്പാണെന്ന്. ദൈവത്തിന്റെ വചനമെടുത്ത് നീ സംസാരിച്ചാൽ, സാഹചര്യങ്ങളെ നോക്കി വിളിച്ചു പറഞ്ഞാൽ, ഒട്ടും പഠിക്കാത്ത മോനെ നോക്കിക്കൊണ്ട് പറയണം, ദൈവത്തിൻ്റെ വചനമെടുത്ത് പറയണം, ജാതികളുടെ മധ്യത്തിൽ നിന്റെ സന്തതി അറിയപ്പെടും എന്ന് ദൈവമേ നിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രശസ്തമായ ഒരു വിജയമുണ്ടാകാൻ ആ വചനം അങ്ങ് പറയണം. കരഞ്ഞുകൊണ്ടിരുന്നാൽ പോരാന്ന് മോശയോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന നിർത്ത്. 30 ലക്ഷം ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിന് അവസാനം സഹി കെട്ടു. ഈ കരച്ചിലൊന്ന് നിർത്തുക, ഞാൻ പ്രവർത്തിച്ചോളാം. നീ ഒന്ന് പ്രാർത്ഥന നിർത്തിയാൽ മതി, ഞാൻ ഒന്ന് പ്രവർത്തിച്ചോളാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തേക്കാൾ വലുതാണ് സംസാരിക്കുന്ന വിശ്വാസം, അല്ലെങ്കിൽ കൽപ്പിക്കുന്ന വിശ്വാസം. മോശേ വടി നീട്ട്, കൽപ്പിക്ക്, ബാക്കി ഞാൻ ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് കർത്താവ് പറയുന്നു, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാതെ, എപ്പോഴും മോങ്ങിക്കൊണ്ടിരിക്കാതെ, എപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കാതെ നീ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് വടിയൊന്ന്, വിശ്വാസത്തിൻ്റെ വടിയൊന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ടൊന്ന് ചുമ്മാ നിന്നാലും മതി. ഞാൻ ബാക്കി പിളരാനുള്ളതൊക്കെ ഞാൻ പിളർന്നോളാം, കാറ്റിന് അയക്കാനുള്ള ഞാൻ ബാക്കി ചെയ്തോളാം. നീ എന്നെ ഒന്ന് അലോസരപ്പെടുത്താതിരിക്കുക. എബ്രായ ലേഖനം 11:6 പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല, സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. കരഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം പ്രസാദിപ്പിക്കണമെന്നില്ല, വിശ്വസിച്ചാൽ ദൈവം സന്തോഷിക്കും. ആ കുഞ്ഞനിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് ചെയ്തു കൊടുത്തേക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നു മുതൽ സ്പീക്ക് ഔട്ട് യുവർ മിറക്കിൾ. വിശ്വാസത്താൽ വാക്കുകൾ സംസാരിച്ച് നിങ്ങളുടെ അത്ഭുതത്തെ നിങ്ങൾക്ക് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തിപ്പിടിച്ചോ. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചു. എന്നോട് ചേർന്ന് എല്ലാവരും പറയാം, കർത്താവേ, എൻ്റെ നാവിലെ വാക്കുകളുടെ ശക്തി ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, അതറിഞ്ഞ് ശക്തമായി സംസാരിക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ മാത്രമല്ല, കാര്യങ്ങൾ പറയാൻ മാത്രമല്ല, വചനം സംസാരിക്കാൻ, ആധികാരികമായി ചിലത് പറയുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, അതിനുള്ള അഭിഷേകം ഇന്ന് എൻ്റെ മേൽ പകരണമേ. ഇനി കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള പർവ്വതങ്ങളോട് ഇപ്പോൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുക. മലകളോട് സംസാരിക്കുക, ചെങ്കടലിനോട് സംസാരിക്കുക. ഫലം തരാതെ ചുമ്മാ നിലം പാഴാക്കാൻ, സ്ഥലം അനാവശ്യമായി കളയാൻ നിൽക്കുന്ന ഫലം കായ്ക്കാത്ത അത്തികളെ നോക്കിക്കൊണ്ട്, നിൻ്റെ ജീവിതത്തിൽ ഒരു ഫലം ഉണ്ടാക്കാത്ത പലതും ഇങ്ങനെ വിടർന്ന് വിരിഞ്ഞിരിക്കുക, അതിനെല്ലാം നോക്കി വായ തുറന്ന് ചില വാക്കുകളൊന്ന് സംസാരിക്കാൻ തുടങ്ങുക. റിസൾട്ട് നീ കാണാൻ പോകുക. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, അടുത്ത 3 മാസങ്ങൾക്കകം ചിലരൊക്കെ ശക്തിയേറിയ ചില സാക്ഷ്യങ്ങളുമായി രംഗത്ത് വരാൻ പോകുക. ലോകം കേട്ടിട്ടില്ലാത്ത ചില സാക്ഷ്യങ്ങളുമായി ചിലരൊക്കെ രംഗത്ത് വരാൻ പോവുക. ചിലരൊക്കെ രംഗത്ത് വരാൻ പോവുക. ഇത് സാക്ഷ്യങ്ങൾ എന്തെങ്കിലും ആണോ? ഇന്ന് നടന്ന ഒരു സാക്ഷ്യമാണ്. ഇന്ന് നടന്ന സാക്ഷ്യം, ഇന്ന് ഇപ്പോൾ ആരാധനയിൽ നടന്നൊരു സാക്ഷ്യം തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് വരികയാണ്. എന്താണത്? ഒരു സഹോദരിയുടെ വിറയൽ മാറിയ സൗഖ്യമാണ് പറയുന്നത്. അനിത ഉച്ചക്കട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. 6 മാസമായി ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നുകൊണ്ടിരിക്കുന്നു. വിറയൽ എന്താണെന്ന് പറഞ്ഞാൽ മതി. തണുപ്പിന്റെ ആണോ?
ഭയങ്കര തരിപ്പും മരവിപ്പും ഉണ്ടായിരുന്നു ഈ 3-4 വർഷമായിട്ട്. 3-4 വർഷമായിട്ട് തരിപ്പും വിറയലും മരവിപ്പും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അസ്വസ്ഥതകൾ മാറുന്നു എന്ന് ബ്രദർ വിളിച്ചു പറഞ്ഞ സമയത്ത് ആ സഹോദരിയുടെ മരവിപ്പും തരിപ്പും വിറയലും പൂർണ്ണമായിട്ട് മാറിപ്പോയി എന്നാ പറയുന്നത്. കൊച്ചിയിൽ നിന്നാണ് പറഞ്ഞത്, തിരുവനന്തപുരത്ത് വിടുതൽ നടന്നു. അങ്ങനെയെങ്കിൽ നീ ഇന്നിവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എവിടെയാണോ വേണ്ടത് അവിടെ നടക്കും. ഒരു ബാങ്കിലാണെങ്കിൽ ബാങ്കിൽ നടക്കും, ഓഫീസിലാണെങ്കിൽ അവിടെ നടക്കും, നിന്റെ ജോലി സ്ഥലത്ത് നടക്കും, നിന്റെ കമ്പനിയിൽ നടക്കും, സ്കൂളിൽ നടക്കും. ബ്രദറെ, ഈ നിൽക്കുന്ന സിസ്റ്ററിന്റെ പേര് ഷെബി എന്നാണ്. 4 വർഷമായിട്ട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് തനിക്കിപ്പോൾ കുവൈറ്റിലെ ഒരു കമ്പനിയിലുള്ള ജോലിക്ക് കയറുവാനുള്ള ഒരു മെസ്സേജ് തന്റെ മൊബൈലിൽ വന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറ. The miracle is in your own mouth. Speak out your miracle right now. സാക്ഷ്യങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുക. അടുത്ത നിന്റെ സാക്ഷ്യമായിരിക്കണം. വാ തുറന്ന് പറ, സാഹചര്യങ്ങളോട് കൽപ്പിക്കാൻ തുടങ്ങുക. Something great is happening today. ഇതൊന്നുമല്ല, ഇനിയും വലിയ സാക്ഷ്യങ്ങൾ എവിടേക്കോ നടന്നിട്ടുണ്ട്. റിപ്പോർട്ടിൽ കിട്ടുവാണെങ്കിൽ പറയണം. കൈകളടിച്ച് പഠിക്കോ. ഓ എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം. ഓ എന്റെ വാക്കു ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ഓ എന്റെ വാക്കു ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കു ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ഓ എന്റെ വാക്കു ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ശരീരമേ ജീവൻ പ്രാപിക്കാൻ, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കാൻ. ശരീരമേ ജീവൻ പ്രാപിക്കാൻ, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കാൻ. നാടിഞ്ഞരമ്പുകൾ ജീവൻ പ്രാപിക്കാൻ, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാൻ. ഓ നാടിഞ്ഞരമ്പുകൾ ജീവൻ പ്രാപിക്കാൻ, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാൻ. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം. ഓ എന്റെ ലക്ഷ്യം ജയം മാത്രം. ഓ എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം. ഓ എന്റെ വാക്കു ജയം മാത്രം. ഓ ദൈവം നൽകും ജയം മാത്രം, എന്റെ വാക്കു ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. Hallelujah. സാക്ഷ്യങ്ങൾ പല ബ്ലെസ്സിങ് സെൻ്ററിലുണ്ടെങ്കിൽ വേഗത്തിൽ അയക്കണം. അത് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈകളെല്ലാവരും ഉയർത്തിപ്പിടിക്കാം. താങ്ക് യു ജീസസ്. കർത്താവേ, ജനത്തെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ ആദ്യമായി വന്നവരുണ്ട് പല ബ്ലെസ്സിങ് സെൻ്ററുകളിൽ. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ, നിങ്ങളുടെ ജീവിതം, ഭാവി യേശുവിന് വേണ്ടി കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിക്കുമ്പോൾ
എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും പറയാം, യേശുവേ, അങ്ങൻ്റെ ദൈവമാണ്, അങ്ങൻ്റെ കർത്താവാണ്, അങ്ങൻ്റെ രക്ഷകനാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങേ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പൈതലാക്കി എന്നെ മാറ്റിയതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചവരുടെ ഭാവി ഇനി മുതൽ യേശുവിലാണ്. ഹല്ലേലൂയ. യേശുവാണ് നിന്റെ ഭാവി. ആമേൻ. കരങ്ങൾ രണ്ടും ശിരസിലേക്ക് എടുത്തു വയ്ക്കാം. കർത്താവെ, തിരുനാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ആരാധനയിലൂടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും ലോകമെമ്പാടും അങ്ങ് ചുരിഞ്ഞ അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി, സൗഖ്യത്തിനായി, വിടുതലിനായി നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ്, ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കൈകളുടെ മേൽ അങ്ങയുടെ കൈകൂടെ വെച്ച് സകലരെയും അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ ആഴ്ചയിൽ കരുനാഗപ്പള്ളിയിൽ അതുപോലെ നെടുമങ്ങാട് 2 സ്ഥലത്ത് നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഇതുവരെ കാണാത്ത ദൈവമഹത്വം ഇറങ്ങുന്ന ഒന്നാക്കി മാറ്റണമേ. വലിയ അത്ഭുതങ്ങൾ അവിടെ കാണാൻ സഹായിക്കണമേ. അങ്ങയുടെ മഹത്വം അവിടെ ഇറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്ത സകലരെയും കർത്താവെ അങ്ങ് ധാരാളമായി അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ശക്തിയോടെ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ.